വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലിഹി വഅജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ് സന്താന സൗഭാഗ്യമെന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യ സമയത്ത് പോലും മക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞിക്കാല് കാണുന്നതിന് വേണ്ടി ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതായി നമുക്ക് കാണാം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ആ ദുആയുടെ ബറക്കത്ത് കൊണ്ട്, ദുആ ഖബൂൽ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ പ്രായം ചെന്ന സമയത്ത് പോലും അവിടുന്ന് കുട്ടികളെ നൽകുകയുണ്ടായി. സ്വാലിഹായ സന്താനം എന്നത് ഒരു മുഅ്മിനായ ഏതൊരു ദമ്പതികളുടെയും ആഗ്രഹവും ആശയവുമായിരിക്കണം. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. സ്വാലിഹായ സന്താനം, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി നാം സ്വീകരിക്കണം. ദുഃഖിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തിന് അവനെ ഹംദ് ചെയ്യുകയും അവന് ശുക്ർ ചെയ്യുകയുമാണ് വേണ്ടത്. ഏതായിരുന്നാലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും ഊതിക്കേൾപ്പിക്കണം. ഇത് മഹത്തായ ഒരു സുന്നത്ത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ജനിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചെവിയിൽ ബാങ്ക് വിളിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കും ഇഖാമത്തും കേൾക്കുമ്പോൾ പിശാച് ഓടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞിന് വലത് ചെവിയിൽ ബാങ്കും ഉമ്മു സുബിയാൻ കുട്ടിയെ ശല്യം ചെയ്യുകയില്ലെന്ന് മഹാനായ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് ഉമ്മു സുബിയാൻ എന്ന് പറഞ്ഞാൽ? ജിന്നുകളിൽപ്പെട്ട ആളാണെന്നും അതല്ല ചെറുപ്പത്തിൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും അത്തരം പൈശാചിക ബാധകളിൽ നിന്ന് അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് കുട്ടിക്ക് സംരക്ഷണമാണ് പരിശുദ്ധമായ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നുള്ളത്. ഇത് ചൊല്ലിക്കൊടുക്കുന്നത് പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല, സ്ത്രീകളാണെങ്കിലും മതിയാകുന്നതാണ് എന്ന് അല്ലാമ അലി ശബ്റാം അൽസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാശിയത്തു നിഹായയിൽ വ്യക്തമാക്കി പറയുന്നതായി കാണും. അതുപോലെ തന്നെ ഈ ബാങ്ക് ഇഖാമത്തിന് പുറമെ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്തും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് ഹന്നത്ത് ബീവി നടത്തിയ മഹത്തായ പ്രാർത്ഥനയാണിത്. പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന. ഇതാണ് കുഞ്ഞ് ജനിച്ച ഉടനെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, കുട്ടിക്ക് തഹ്നീക്ക് കൊടുക്കുക, അതായത് മധുരം നൽകൽ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക എന്നിവയാണ് തഹ്നീക്ക് കൊടുക്കുന്നതിന് ഏറ്റവും ഉത്തമമായി കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് ലഭ്യമല്ലെങ്കിൽ
തീയിൽ പാചകം ചെയ്തതല്ലാത്ത മധുരമുള്ള വസ്തു ഉപയോഗിക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അത് തന്നെ സജ്ജനങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളാണ് കുട്ടിക്ക് തഹ്നീക്ക് കൊടുക്കേണ്ടത്. സജ്ജനങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരോ ഔലിയാക്കന്മാരോ മഹത്വമുള്ള ആളുകളുടെ കരങ്ങളാലാണ് അത് നൽകപ്പെടേണ്ടത്. അത് പുരുഷനില്ലെങ്കിൽ സ്ത്രീയും നൽകാം. സ്ത്രീക്ക് നൽകുന്നതുകൊണ്ടും വിരോധമില്ല. ഏതായിരുന്നാലും ഏറ്റവും അഫ്ളലായി പറഞ്ഞത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം അതിൽ നിന്ന് അല്പം കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കലാണ് തഹ്നീക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. സജ്ജനങ്ങളായ ആളുകളുടെ ബറക്കത്ത് കുട്ടിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ തഹ്നീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന വ്യക്തി സജ്ജനങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ടവരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇമാമിങ്ങൾ ഉണർത്തുവാൻ കാരണം. സജ്ജനങ്ങളുമായ സമ്പർക്കം വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടിയുടെ ആത്മീയമായ വളർച്ചയും ഉയർച്ചയും അത് സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സജ്ജനങ്ങളുമായുള്ള സൗഹാർദ്ദം, അവരുമായി ഓരം പറ്റി നിൽക്കുക എന്നുള്ളത് പരലോകത്ത് ഉപകരിക്കുമെന്നും മറ്റുള്ള വഴികളിലൂടെ പരലോകത്ത് ശത്രുക്കളായി മാറുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നതായി കാണാം. ഏതായിരുന്നാലും ഒരു കുഞ്ഞി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതോട് കൂടെ നാം ആത്മീയമായ ചിട്ടകളും ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടക്കം തന്നെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചാൽ അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ സശ്രദ്ധം നമ്മൾ കൈകാര്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.